എല്ലാ കൂട്ടുകാർക്കും ദിയ വ്ലോഗിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നിവിടെ ഞാൻ വിൽക്കുവാൻ പോകുന്നത് നാടൻ രീതിയിലുള്ള ഇഞ്ചിക്കറിയാണ്, പഴയ കാലത്തെ. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഇഞ്ചി ഒരു ചെറിയ കപ്പിലേത് നമ്മൾ വട്ടം വട്ടം അരിഞ്ഞതാണ്. പിന്നെ ഒരു കയ്യിൽ ഒരു പിടി അരി, നമ്മുടെ കുത്തരിയാണ് അരിയെ. പിന്നെ ഒരു ശകലം തേങ്ങാക്കൊത്തുണ്ട്. പിന്നെ അല്പം വെളിച്ചെണ്ണ, നമ്മുടെ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ, വെളുത്തുള്ളി, കടുക്, മഞ്ഞൾ, മുളക് പൊടി, ഉലുവ, വറ്റൽമുളക്, കറിവേപ്പില. രീതിയെ നമ്മൾ ആദ്യം ഗ്യാസ് കത്തിക്കുക. അതിലേക്ക് നമ്മുടെ പാൻ വെക്കുക. പാൻ നന്നായിട്ട് ചൂടാകുമ്പോൾ നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായി നമ്മൾ അതിലോട്ട് എടുത്തു വെച്ചതായ ആ വെളിച്ചെണ്ണ, അതൊരു 2 സ്പൂണ് വെളിച്ചെണ്ണ ഉണ്ട്, അതിനെ നമ്മൾ ഒഴിക്കുകയാണ്. ആ വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചതായ ഇഞ്ചി ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞതാണ്, അതിനെ ആഡ് ചെയ്യും നമ്മളിപ്പോൾ. ഒരു ചെറിയ മൂപ്പ് വരുന്നിടം വരെ നമ്മളതിനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരു ഗോൾഡൻ കളർ, നമ്മൾ ഉപ്പേരിയൊക്കെ വറക്കുന്ന ആ ഒരു പരുവത്തിൽ നമ്മളതിനെ മൂപ്പിച്ചുകൊണ്ടിരിക്കണം, ഇളക്കി മൂപ്പിക്കണം. നമ്മുടെ ഇഞ്ചി ഏകദേശം ഒരുമാതിരി മൂത്ത് വരികയാണ്. അത് നന്നായിട്ട് പൊടിയണം, ആ പൊടിയത്തക്ക പോലെ മൂക്കണം. നമ്മൾ ഉപ്പേരിയൊക്കെ വറുത്ത് കോരുന്ന പരുവത്തിൽ അതിനെ മൂപ്പിച്ച് നമ്മൾ എടുക്കണം. എന്താണ് നമ്മുടെ ഇഞ്ചി മൂത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ശകല നേരം കൂടെ അത് കിടക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് മൂക്കും, നല്ല ഗോൾഡൻ കളറാകും. അതിന് നമ്മുടെ ഉപ്പേരിയൊക്കെ കിലുങ്ങുന്ന പോലൊരു ശബ്ദം വരും. അന്നേരമാണ് നമ്മൾ ഇറക്കേണ്ടത്. ഏകദേശം അത് മൂത്ത് തുടങ്ങി, ഒരു ഗോൾഡൻ കളറൊക്കെ ആയി തുടങ്ങി, ചെറിയ കിലുക്കമൊക്കെ ആയി തുടങ്ങിയല്ലോ. ഇച്ചിരി കൂടെ നമുക്കതിനെ പൊടിച്ച് കിട്ടണം. അതിന് വേണ്ടിയാണ്, അതിനെ നന്നായിട്ട് പൊടിച്ച് കിട്ടാൻ വേണ്ടിയാണ്. അത് ഇച്ചിരി കൂടെ മൂക്കുമ്പോഴത്തേക്കേ നമുക്കത് ഇറക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ഇഞ്ചി കണ്ടോ, ഏകദേശം മൂത്ത് കണ്ടോ, നല്ല ഗോൾഡൻ കളറായി. നമ്മളതിനെ കോരി ഒരു ബൗളിലോട്ട് മാറ്റുവാണ്. നമ്മുടെ ഇഞ്ചി നമ്മൾ കോരിയെടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട് കണ്ടോ. ഇനി നമ്മൾ അതിനകത്തോട്ട് ആഡ് ചെയ്യേണ്ടത് നമ്മുടെ പുഴുക്കലരിയാണ്. ഇതിനെ ഞാൻ കഴുകി വാരി എടുത്ത് വെച്ചേക്കുക. അത് ഈ എണ്ണയ്ക്കകത്തോട്ട് നമ്മൾ ഇടുകയാണ്. അതിനെ നന്നായിട്ട് വറുത്ത് അത് പൊട്ടി ഏകദേശം പൊടിക്കുന്ന പരുവം വരെ ആകുമ്പോൾ അതിനെ നമ്മൾ വറുത്ത് കോരുക. നമ്മുടെ അരിയെല്ലാം പൊട്ടി നല്ല മലരായിരിക്കുകയാണ്. അത് പൊട്ടിത്തെറിക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങളൊന്ന് മൂടി വെച്ചതായിരുന്നു. ഇനിയിപ്പോൾ അതിനെ നമ്മൾ കോരി എടുക്കുകയാണ്. നമ്മുടെ അരിയൊക്കെ വറുത്ത് മലര് പോലായി, അത് എല്ലാം പൊരിഞ്ഞു. നമ്മളിപ്പം നമ്മൾ കോരി എടുക്കുകയാണ്. നമ്മുടെ ഇത് നന്നായിട്ട് നല്ലൊരു പോലായി. ഇതിനെ നമുക്ക് പൊടിച്ചെടുക്കാൻ വേണ്ടിയാണ് കേട്ടോ. നമ്മളതിനെ കോരി അതിനെ ഒരു പാത്രത്തിലെടുക്കുകയാണ്. അതും നമ്മുടെ ഇഞ്ചിയുടെ കൂട്ടിട്ട് നമുക്ക് പൊടിച്ചെടുക്കാൻ വേണ്ടിയാണ്. അപ്പം ഈ ഇഞ്ചിക്കറിക്ക് അധികം എരി ഉണ്ടാകത്തില്ല. പണ്ടും ഇപ്പോഴും എല്ലാവരും
പഞ്ചസാര ഇടുകയും ചക്കര കലക്കി ഒഴിക്കുകയും ഒക്കെ ചെയ്യുന്നത്. എൻ്റെ ഇഞ്ചിക്കറിക്ക് ഞാൻ അതൊന്നും ചേർക്കാറില്ല. കാരണം കൊഴുപ്പും കിട്ടും, പിന്നെ വലിയ എരിയ ഉണ്ടാകത്തില്ല. നമുക്ക് നന്നായിട്ടത് നല്ല ടേസ്റ്റിയായിട്ട് കൂട്ടാൻ പറ്റും. നമ്മളിനി എടുത്തു വെച്ചതായ തേങ്ങാക്കൊത്ത്, നമ്മൾ തേങ്ങാക്കൊത്തിനെ നമ്മൾ കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുന്നത്. ഇത് കണ്ടോ, ഇങ്ങനെ ചെറിയ 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 കഷ്ണങ്ങളാക്കി നമ്മൾ അരിഞ്ഞേക്കുന്നത്. അതിനെ അങ്ങോട്ട് ഇട്ട് നമ്മൾ മൂപ്പിച്ച് തീരും. അത് ഇഞ്ചിക്കറിക്ക് ചുമ്മാ ഒരു മേമ്പടിയായിട്ട് ചുമ്മാ ഒന്ന് കടിക്കാൻ വേണ്ടി ആണ്. അത് അങ്ങനെ എല്ലാവരും ഇടുമോയെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ നല്ല ടേസ്റ്റാണ്, നിങ്ങൾ ചെയ്ത് നോക്കണം. ഇപ്പം എല്ലാവരും തേങ്ങയൊക്കെ വറുത്തരച്ചാണ് കറി വെക്കുന്നത്. പക്ഷെ ഞാൻ അങ്ങനെ വെക്കാറില്ല. ഇങ്ങനൊരു കറിയാണ് എനിക്കിഷ്ടം. നിങ്ങളും അങ്ങനെ വെച്ച് നോക്കണം, നല്ല രുചിയായിരിക്കും. നമ്മുടെ തേങ്ങാക്കൊത്ത് കണ്ടോ ഗോൾഡൻ കളറായി. നമ്മളത് ഏകദേശം അതിനെ കോരുവാനായിട്ടൊക്കെ തുടങ്ങുകയാണ്. അതിനെ നമ്മൾ കോരി മാറ്റി വേറൊരു ബൗളിലേക്ക് വെക്കുകയാണ്. ഇനി നമ്മളൊരു ഇച്ചിരി ഉലുവ, ഞാൻ ഉലുവ പൊടി ചേർക്കാറില്ല, ഒരു ശകല ഉലുവ ഇടുകയാണ്. ആ ഉലുവ ഏകദേശം പൊട്ടാറായപ്പോൾ നമ്മൾ കടുകിനെ അതിനകത്ത് ആഡ് ചെയ്യുകയാണ്. നമ്മൾ വെളിച്ചെണ്ണയൊക്കെ വളരെ കുറച്ചാണ് ഇതിന് ചേർത്തേക്കുന്നത്. കൊളസ്ട്രോളോ ഒക്കെ ഉള്ളവർക്ക് ആർക്ക് വേണേലും കൂട്ടാവുന്ന രീതിയിലാണ്. നമ്മുടെ കടുകും ഉലുവായും ഒക്കെ പൊട്ടുകയാണ്. എന്നിട്ട് നമ്മൾ 2 കുടം, ചെറിയ 2 കുടം വെളുത്തുള്ളി പൊളിച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനെ ആഡ് ചെയ്യുകയാണ്. വെളുത്തുള്ളി എത്ര ഇട്ടാലും നമുക്ക് ഗ്യാസും അങ്ങനെയൊക്കെ ഉള്ളതിനൊക്കെ നല്ലതാണ്. അതിനകത്തോട്ട് അത് ഏകദേശം ഒരു ഗോൾഡൻ കളറായപ്പോൾ ഒരു 2 വറ്റൽമുളകിനെ 2 എണ്ണം ഉണ്ട്, അതിനെ മുറിച്ചായിട്ടിടുകയാണ്. നമ്മൾ തീ കുറച്ചിട്ട് വേണം ഗ്യാസ് ചെയ്യാൻ. അപ്പം വെളുത്തുള്ളി ഗോൾഡൻ കളറായി. അതിലോട്ട് നമ്മൾ ഏകദേശം ഒരു 1.5 സ്പൂണ് നല്ല എരിയുള്ള മുളകാണ്, ആ മുളക് പൊടി ആഡ് ചെയ്യുകയാണ്. അല്പം മഞ്ഞൾപ്പൊടി, നമ്മുടെ കുഞ്ഞൻ കരിയാപ്പിലയാണ് കണ്ടോ, അതിനെ ആഡ് ചെയ്യുക. അത് മൂത്ത് നമ്മൾ അതിലേക്ക് അല്പം വെള്ളം ഒഴിക്കുകയാണ്. കണ്ടോ, നമ്മുടെ ഇഞ്ചിക്കറി ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുവാണ്.
നമ്മൾ ഈ ബൗളിനൊരു 3 ബൗൾ വെള്ളം ചേർത്തിട്ടുണ്ട് ഇതിനകത്ത്. അപ്പം ഞാൻ ഇടുന്നത് നമ്മുടെ കുടംപുളിയാണ്. അത് ആർക്ക് വേണേലും കൂട്ടാം. കൊളസ്ട്രോളിനും മിക്ക രോഗങ്ങൾക്കും നല്ലതാണ് ഈ കുടംപുളിയാണ് ഞാൻ ഇതിനകത്ത് ഇടുന്നത്. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഉപ്പ് ആഡ് ചെയ്തു. ഇനി അത് നന്നായിട്ട് നല്ല തീയിൽ ഇതിനെ നന്നായിട്ട് തിളച്ച് അതിനെ ഞങ്ങൾ മൂടി വെക്കുകയാണ്. നല്ല തീയിൽ അതിനെ നമ്മൾ തിളപ്പിച്ചെടുക്കുക. ഇതിലോട്ട് നമ്മൾ പൊടിച്ച് വെച്ചതായ അരി ഇഞ്ചിയും കൂടാണ് ഇതന്നെ നമ്മൾ പൊടിച്ചു. അതിനകത്തോട്ട് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഇഞ്ചിക്കറി ഒരുമാതിരി കുറുകിയിരിക്കുകയും ചെയ്യും. തേങ്ങ വറുത്ത് ഒന്നും അരക്കണ്ട. നല്ല രസമായിരിക്കും, നല്ല രുചിയായിരിക്കും. ഇതിനകത്തോട്ട് നമ്മൾ വറുത്ത് കോരി വെച്ച തേങ്ങയും കൂടെ ആഡ് ചെയ്യുകയാണ്. അതിന് അവിടെ ചെറിയ തീ കിടന്ന് അത് നന്നായിട്ട് അതൊന്ന് പറ്റണം. കണ്ടോ, നമ്മുടെ ഇഞ്ചിക്കറി നല്ലതായിട്ട് കുറുകി നല്ല ടേസ്റ്റി ആയി. കണ്ടോ, നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. നമ്മളതിനെ ഇനി ഒരു നല്ല ബൗളിലോട്ട് ആഡ് ചെയ്യുകയാണ്. നമ്മൾ അതിനെ നല്ലൊരു ബൗളിലേക്ക് ആഡ് ചെയ്യുകയാണ്. നമുക്കിത് കൂട്ടി കപ്പ വേണേൽ തിന്നാം, ചോറ് തിന്നാം, ചപ്പാത്തി തിന്നാം, എന്തോ വേണേലും തിന്നാം. അതിൻ്റെ മേമ്പടിയായിട്ട് നമ്മുടെ കുഞ്ഞു കറിവേപ്പില എന്ന് പറഞ്ഞാൽ ആളിച്ചിരിയേ ഉള്ളെങ്കിലും ഭയങ്കര മണവും രുചിയും ഒക്കെയാണ്. അതിനെ ആഡ് ചെയ്യുകയാണ്. നമ്മുടെ ഇഞ്ചിക്കറി സൂപ്പറായി, അത് റെഡിയായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കാണണം.